കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഹിന്ദി ഭാഷയുടെ ഗ്രാമർ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. 1. സംജ്ഞ അഥവാ നാമം. ഇവ പേരുകളെ സൂചിപ്പിക്കുന്ന പദങ്ങളെ അർത്ഥമാക്കുന്നു. ഉദാഹരണം: രാം, ശാല, നദി. 2. സർവനാം പ്രോനൗൺ അതായത് സർവനാമം. നാമം പകരം വരുന്ന പദങ്ങളെ അർത്ഥമാക്കുന്നു. ഉദാഹരണം: വഹ്, തും, യഹ്, മേം. 3. വിശേഷൻ അഡ്ജക്റ്റീവ് അഥവാ വിശേഷണം. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന വാക്ക്. ഉദാഹരണം: സുന്ദർ ലഡ്കി, സുന്ദരിയായ പെൺകുട്ടി. 4. ക്രിയ വേർബ് അഥവാ ക്രിയ അഥവാ പ്രവൃത്തി കാണിക്കുന്ന വാക്കിനെ അർത്ഥമാക്കുന്നു. ഉദാഹരണം: ഖാന, തിന്നുക, ജാന, പോകുക, പഠിന, പഠിക്കുക. 5. ക്രിയാവിശേഷൻ അഡ്വർബ് അഥവാ ക്രിയാവിശേഷണം. ക്രിയയെ വിശേഷിപ്പിക്കുന്നു. ഉദാഹരണം: വഹ് ധീരെ ചൽത്താ ഹെ, അവൻ മന്ദഗതിയിൽ നടക്കുന്നു. 6. സംബന്ധസൂചക അവ്യയ് പ്രിപ്പോസിഷൻ അഥവാ അനുബന്ധസൂചകങ്ങൾ. രണ്ട് വാക്കുകൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന വാക്ക്. ഉദാഹരണം: കെ ഊപ്പർ, മേൽ, കെ നീച്ചെ, താഴെ, കെ സാത്ത്, കൂടെ. 7. സംയോജക് കൺജങ്ഷൻ അഥവാ സംയോജകം. വാക്യങ്ങൾ, ഭാഗങ്ങൾ, വാക്കുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാക്ക്. ഉദാഹരണം: ഔർ, മറ്റും, ലേക്കിൻ, പക്ഷേ, ക്യോങ്കി, കാരണം. 8. വിസ്മയാദിബോധക് ഇന്റർജെക്ഷൻ അഥവാ വിസ്മയാദിബോധകം. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന വാക്കുകൾ. ഉദാഹരണം: അരേ, വാ. 9. ഉപസർഗ് പ്രിഫിക്സ് അഥവാ മുൻപ്രത്യയം. വാക്കിന്റെ മുന്നിൽ ചേർന്ന അർത്ഥം മാറ്റുന്ന ഭാഗം. ഉദാഹരണം: അൻ പ്ലസ് ന്യായ് ഈക്വൽ ടു അന്യായ് അഥവാ അന്യായം. 10. പ്രത്യയ് സഫിക്സ് അഥവാ അനുബന്ധ പ്രത്യയം. വാക്കുകളുടെ പിന്നിൽ ചേർന്ന് അർത്ഥം മാറ്റുന്നു. ഉദാഹരണം: ലഡ്ക പ്ലസ് എ ഈക്വൽ ടു ലഡ്കി. 11. സമാസ് കോമ്പൗണ്ട് അഥവാ സമാസം. ഇവിടെ രണ്ട് വാക്കുകൾ ചേർന്ന് പുതിയ വാക്കുണ്ടാക്കുന്നു. ഉദാഹരണം: രാജ് പ്ലസ് കുമാർ, രാജകുമാർ. 12. അലംകാർ ഫിഗർ ഓഫ് സ്പീച്ച് അലങ്കാരം. വാക്കുകൾക്ക് സൗന്ദര്യം നൽകുന്ന രീതികൾ. ഉദാഹരണം: ഉപമ, രൂപക്. 13. കാൽ ടെൻസ് അഥവാ കാലം. ഇത് പ്രവൃത്തിയുടെ സമയത്തെ സൂചിപ്പിക്കുന്നു. 1. വർത്തമാൻ കാൽ ഇപ്പോൾ. ഉദാഹരണം: മേം ഗാതാ ഹൂം അതായത് ഞാൻ കഴിക്കുന്നു. 2. ഭൂത്കാൽ കഴിഞ്ഞത്. ഉദാഹരണം: മേം ഗയാ അതായത് ഞാൻ കഴിച്ചു. 3. ഭാവിഷ്യത്കാൽ വരാനിരിക്കുന്നത്. ഉദാഹരണം: മേം ഗാവൂങ്ക അതായത് ഞാൻ കഴിക്കും. 14. വചൻ നമ്പർ അഥവാ വചനം. ഏകവചനം ഓർ ബഹുവചനം. ഉദാഹരണം: ലഡുക്ക ഏകവചനം, ലഡുക്കെ ബഹുവചനം. 15. ലിംഗ് ജെൻഡർ സ്ത്രീ ഓർ പുരുഷ്. ഉദാഹരണം: ലഡുക്ക ആൺകുട്ടി, ലഡ്കി പെൺകുട്ടി. 16. വിഭക്തി കേസ് നാമവും സർവനാമവും ക്രിയയുമായി ബന്ധിപ്പിക്കുന്ന ചിഹ്നം. ഉദാഹരണം: രാം കെ ലിയെ രാമനുവേണ്ടി, മോഹൻ സെ മോഹനിൽ നിന്ന്. 17. വാക്യം സെന്റൻസ് പൂർണ്ണമായി അർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടം. ഉദാഹരണം: രാം സ്കൂൾ ജാത്താ ഹെ രാം സ്കൂളിൽ പോകുന്നു. കാ, കി, കെ. സമഗ്ര ടേബിൾ മീനിംഗ് ഇൻ മലയാളം. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.